ഹലോ ആൻഡ് വെൽക്കം ടു സാരാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ദം ബിരിയാണിയാണ്. ഈ റെസിപ്പി ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനാണേലും നമുക്ക് വീട്ടിൽ സാധാരണ കഴിക്കാനാണേലും വളരെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചാട്ടെ. വെജിറ്റബിൾ ദം ബിരിയാണി ഉണ്ടാക്കാനായി ആദ്യമേ നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമേ ഒരു കപ്പ് കോളിഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനത്തെ ഒരു ബോളിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ പൊട്ടേറ്റോ, ഒരു മീഡിയം സൈസ് പൊട്ടേറ്റോ ഉണ്ട്, അതും ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്സ് എടുത്തിട്ടുണ്ട്, 1 ക്യാരറ്റ് ഉണ്ട്, അത് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തത്. ബീൻസ് ഒരു 3/4 കപ്പ് ഉണ്ട് ഈ ബീൻസ്. പിന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം. ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് 1/4 കപ്പ് ഗ്രീൻ പീസ് കൂടെ ഇട്ടിട്ടുണ്ട്. മാരിനേഷനായി ഞാനിവിടെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലിയുടെ പേസ്റ്റ് എടുത്തതാണ്. 2 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഹീറ്റാണ്. ഇങ്ങനെ 2 ടീസ്പൂൺ. അതിന് കൂടെ തൈര് നമുക്ക് വേണം. അത് ഞാൻ ഒരു ഏകദേശം 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടെ നമുക്ക് മസാല പൗഡേഴ്സ് ആവശ്യമായിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, നല്ല ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ മതി, ഇത് അല്ലെങ്കിൽ ഓവർ പവറിങ് ആയിരിക്കും. ബിരിയാണി മസാല നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അത് 3 ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്യണം. കൂടെ സോൾട്ട് ഇട്ടില്ലല്ലോ, അതുകൂടി കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇടുന്നുള്ളൂ, പിന്നീട് ബാക്കി ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ കുറച്ച് ഓയിലൂടെ, ഏതെങ്കിലും അധികം ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ, വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്, ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് മാരിനേറ്റ് ചെയ്യാനായി 15 മിനിറ്റ്സ് വെക്കാം. നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ മസാലയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് റെസ്റ്റ് ഫോർ 15 മിനിറ്റ്സ്. ഓക്കെ, വെജിറ്റബിൾ ദം ബിരിയാണിക്ക് ഉള്ള ബാസ്മതി റൈസ് ഞാനിവിടെ 1/2 hour സോക്ക് ചെയ്ത് ഇപ്പോൾ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1.5 കപ്പ് അരിയുണ്ട്. ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. റൈസ് വേവിക്കാനായിട്ട് വെള്ളം ഇപ്പോൾ ഇവിടെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഹോൾ ഗരം മസാല, നാരങ്ങ 2-3 സ്ലൈസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. ഇത് അരി തമ്മിൽ കൂട്ടി ഒട്ടാതിരിക്കാനൊക്കെ സഹായിക്കും. അരി ഞാൻ ഇടുകയാണ്. ഉപ്പൊക്കെ നോക്കണം ഈ സമയത്ത്. ഇപ്പോൾ കുറവാണ്, അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 8 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. 8 മിനിറ്റ് വേവിച്ചിട്ട് ഞാൻ ഈ ബാസ്മതി റൈസ് ഇപ്പോൾ ഇവിടെ വാർത്തിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്, ഒരു 90% വെന്തിട്ടുണ്ട്. കുറച്ച് അണിയൻസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്, നമുക്ക് കോരാം. നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി കൊടുക്കാം. ഇനി നമുക്ക് ജീരകം ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം. ഇത് രണ്ടും ഇട്ടിട്ടുണ്ട്. അത് പൊട്ടിയതിന് ശേഷം കുറച്ച് സവാളയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഈ അണിയൻസ് എല്ലാം ഇപ്പോൾ
ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത വെജിറ്റബിൾസ് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി കുക്ക് ചെയ്തെടുക്കാം. ഒരു സ്വല്പം ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. അടച്ചു വെച്ച് 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് കുറച്ച് പനീർ ഫ്രൈ ചെയ്തത് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പീസസേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഫ്രൈഡ് ഓണിയൻസ് നമുക്ക് പകുതി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കൂടെ മിൻറ്റ് ലീഫ്, പുതിന ആവശ്യമുള്ളത്ര ഇട്ട് കൊടുക്കാം. കൊറിയാൻഡർ ലീവ്സ് കൂടെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുത്തിട്ട് ദമ്മാക്കാം. വെന്ത റൈസ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ ലൈം പീസസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഗീ കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ബിരിയാണി അല്ലേ, കുറച്ച് റിച്ച് ആയിക്കോട്ടെ. ദം ഇടാനായി ഒരു പഴയ ഒരു തവ എടുത്ത് വെച്ചിട്ട് അതിന് പുറത്ത് നമുക്ക് ദം ഇടാം. ബിരിയാണി ഇന്ന് മോയിസ്റ്റ് ആയിരിക്കാൻ സാഫ്രൺ മിൽക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് കുങ്കുമപ്പൂ ഇട്ട പാല്. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ പാലൊഴിക്കുകയാണ്, ജസ്റ്റ് ടു ബി മോയിസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാത്രത്തിൻ്റെ ലിഡ് മാവൊക്കെ ഒട്ടിച്ച് ദം ഇടാവുന്നതാണ്. പക്ഷെ ഞാനങ്ങനെ ചെയ്യുന്നില്ല, കാര്യം ഇതിനകത്ത് സ്റ്റീം നല്ലപോലെ നിൽക്കുന്നതാണ്. സ്റ്റീമിങ് പൈപ്പിംഗ് ഹോട്ട് വെജ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പപ്പടം, റൈത്ത ഇവയൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നോൺ വെജും ഇതിൻ്റെ കൂടെ ചേർന്ന് പോകുന്നതാണ്. ഈ ബിരിയാണിയുടെ വെജിറ്റബിൾ കൂട്ടിൻ്റെ ഫ്ലേവേഴ്സ് വളരെയധികം റിച്ചാണ്. അത് കാരണം ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ അതിഗംഭീരമാണ്. നെയ്യും എല്ലാം കൂടി ചേർന്ന് വളരെയധികം രുചിയാണ് ഈ ബിരിയാണി. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ ടേസ്റ്റി ആൻഡ് ഡെലിഷ്യസ് വെജ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ട്രൈ ഇറ്റ് ഔട്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ആൻഡ് ഫോർ ദോസ് ഹൂ ഹാവ് ഓൾറെഡി സപ്പോർട്ടഡ് മീ, എ ബിഗ് താങ്ക് യു ടു യു. Thank you so much for watching Sarah's Herbs and Spices. God bless.